ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് പൂക്കളും ചെടികളും കുറച്ച് ഗാർലിക്കൊക്കെ പറിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ സമ്മറാണ്, നന്നായിട്ടൊക്കെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിൻ്റർ കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ സമ്മറാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗാർലിക്ക് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 3 മാസം കൊണ്ട് ഈ ഗാർലിക്ക്, 4 മാസം കൊണ്ട് ഗാർലിക്ക് ഇതുപോലെ വിളവെടുപ്പിന് തയ്യാറായി. ഇതിൻ്റെ ഇലയൊക്കെ പഴുത്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് പറിക്കേണ്ടത്. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ പഴുത്ത് ഉണങ്ങിയൊക്കെ തുടങ്ങി. അപ്പോൾ ആ സമയം നോക്കി ഇത് പറിക്കാൻ പോവാണ്. പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ 3 വിത്ത് ജയൻ ഗാർലിക് എന്ന് പറഞ്ഞാൽ നല്ല വലിയ വിത്തായിരുന്നു ഗാർലിക്കിൻ്റെ. അപ്പോൾ അത് അത്ര വലുതൊന്നും ആയിട്ടില്ല, എങ്കിലും നമുക്കത് പറിക്കുമ്പോൾ നോക്കാം. 3 ഉണ്ടായിരുന്നു. അതിൻ്റെ ഇലയൊക്കെ കുറച്ച് വലുതാണ്. തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നത് ഷാലറ്റാണ്. അപ്പോൾ അതിന് ഒരു 3-4 ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് പച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്, അത് പറിക്കാറായിട്ടില്ല. ഇതിൻ്റെ ഇലയും കറിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, അതും നല്ലതാണ്. ഇപ്പോൾ ഗാർലിക്കിൻ്റെ തന്നെ ഇതുപോലുള്ള തണ്ടുകളൊക്കെ നമ്മൾ കറിയിൽ അത് പച്ചയായിട്ട് നിൽക്കുമ്പോൾ ഗാർലിക്കൊക്കെ പറിച്ചു കഴിഞ്ഞു. അത് ഇത്രയൊന്നും വാടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലാണ്, നല്ല കാറ്റുമാണ് ഇവിടെ. അപ്പോൾ ആ വെയിലത്ത് കിടന്ന് തന്നെ നന്നായിട്ട് ഉണങ്ങി. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തിട്ട് ഉണക്കണം. ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് ഇപ്പോൾ അത് ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടുത്തെ വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല. നല്ല വെയിലുള്ളപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ മഴക്കാറൊക്കെ വെച്ച് ചിലപ്പോൾ വൈകുന്നേരം മഴയായിരിക്കും. അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ. പക്ഷെ നാട്ടിലെ പോലെ ഇടിവെട്ടും മഴയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഇത് പറിച്ചെടുത്തത്. ഇന്ന് തന്നെ ഒരു കുറേ ദിവസം ഇത് ഉണക്കണം. ഉണക്കി കഴിയുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളുത്തുള്ളി പോലെ ഇതിവിടെ ആയി കിട്ടണത്. അതിൻ്റെ തണ്ടുമീന്ന് അത് മുറിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നല്ല ഒരു വിളവ് കിട്ടിയിട്ടുണ്ട്. കാരണം അത്ര വലുതൊന്നും ആയിട്ടില്ല, എന്നാലും നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ടുള്ള വെളുത്തുള്ളി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൂടെ വെളുത്തുള്ളിക്ക് ഉപയോഗം കൂടുതലാണ്. അപ്പോൾ ഏകദേശം വെളുത്തുള്ളിയൊക്കെ പറിച്ചു കഴിഞ്ഞു. കുറേ പുല്ലുകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ ഇതിനിടയ്ക്ക് നടാതെ തന്നെ ചീരയൊക്കെ മുളച്ചു വരെയാണ്. ലോണൊക്കെ ഞങ്ങൾ കുറേയൊക്കെ കളഞ്ഞിട്ട് അവിടെയൊക്കെ വെജിറ്റബിൾസ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറേ മുളകും തൈയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വലുതായി വരണേ ഉള്ളൂ, അതിൻ്റെ സീസൺ ആവണേ ഉള്ളൂ. നല്ല വെയിലുള്ളപ്പോഴാണ്. ഇതാണ് ജയൻ ഗാർലിക്. 3 സാധാരണ വെളുത്തുള്ളിയേക്കാളും ഒരു കുറച്ചുകൂടി വലുതായിട്ടുണ്ടായിട്ടുണ്ടെന്ന് മാത്രം. അതിൻ്റെ വിത്ത് സാധാരണ വെളുത്തുള്ളിയുടെ ഒരു അല്ലിയേക്കാളും. ഇത് കുറച്ച് ചീരയാണ്. ചീരയൊക്കെ തനിയെ മുളിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിനടുത്ത് ചീര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിത്തൊക്കെ വീണ് ഒരുപാട് മുളച്ച്. സ്പിനാച്ച് ഉണ്ട്, ഇതൊക്കെ തനിയെ മുളച്ചതാണ് കേട്ടോ. എല്ലാ വർഷവും ഇതിങ്ങനെ മുളക്കണോണ്ട് സ്പിനാച്ച് അതുപോലെ തന്നെ ചുവന്ന ചീരയൊന്നും നമുക്ക് നടേണ്ട ആവശ്യമില്ല. അതുപോലെ മല്ലി അതൊക്കെ താനേ മുളക്കും. കോളിഫ്ലവറൊക്കെ ഉണ്ടായി, അത് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഒരെണ്ണം വിരിഞ്ഞുപോയി. ഇനി അത് നമ്മൾ കറി വയ്ക്കാനായിട്ട് കൊള്ളില്ല. ഇതൊരു ചെറിയ ട്രീ ആണ്. നിറയെ പൂവുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കൊഴിഞ്ഞുപോയി. അടുത്ത വർഷം നന്നായിട്ട് പൂക്കുമെന്ന് വിചാരിക്കുന്നു. കോളിഫ്ലവർ ഇത് പറിക്കാറായി തോന്നുന്നു, മറ്റത് വിരിഞ്ഞുപോയി. ഇതിവിടുത്തെ ഒരു തരം ബീൻസാണ്. അതിന് റെഡ് കളറിലെ പൂവാണ് ഉണ്ടാവുന്നത്. റെഡ് അല്ല, ഒരു ഓറഞ്ച് കളറിലെ പൂവാണ് ഉണ്ടാവുന്നത്. കുറച്ച് നട്ടിട്ടുണ്ട്, കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്. പ്ലമ്മിൻ്റെ ചെടിയാണ്. പ്രാവശ്യം കുറേ പൂത്ത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരെണ്ണം എങ്ങാനും പിടിച്ചുള്ളൂ. കാരണം അതിന് ശേഷം ഫ്രോസ്റ്റ് ഉണ്ടായി. ആ ഫ്രോസ്റ്റിൽ അതിൻ്റെ പൂവൊക്കെ
കൊഴിഞ്ഞുപോയി. ഇത് പിയറാണ്, പക്ഷേ ഇപ്രാവശ്യം പൂത്തില്ല. അത് നട്ടിട്ട് പൂത്തിട്ടേ ഇല്ല. ഏതായാലും അടുത്ത പ്രാവശ്യം ഉണ്ടാവുന്ന ഇത് ഗ്രീൻ ആപ്പിളാണ്. അതിൽ 2-3 ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ ആപ്പിൾ ചെടി. അതിൽ കുറച്ച് കായ്കളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ പറിക്കാറായിട്ടില്ല, എന്നാലും അതിവിടെ പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഇതിലൂടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ നട്ടിട്ടുണ്ട്. എങ്ങനെയാവുമെന്നറിയില്ല. നമ്മുടെ ഡാലിയ, സീനിയ ഒക്കെ ഇവിടെ ഉണ്ട്. മല്ലിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് പിജോവയുടെ ചെടിയാണ്. കഴിഞ്ഞ ഞാൻ പിജോവ കായ ആയ പേരയ്ക്ക പോലുള്ള ഒരു ഫ്രൂട്ടാണിത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇത് പൂത്തു തന്നേ ഉള്ളൂ, സമ്മറായിട്ടേ ഉള്ളൂ. ഇനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് വിത്തായി തുടങ്ങും. അപ്പോൾ ആ ഫ്രൂട്ട് നമുക്ക് വളരെ ചെറുപ്പത്തിലേ തന്നെ അത് കഴിക്കാൻ സാധിക്കും കേട്ടോ, ചെറുതായിരിക്കുമ്പോൾ തന്നെ. ഇപ്രാവശ്യം ഫെൻസൊക്കെ കെട്ടിയതുകൊണ്ട് മുഴുവനും ഫെൻസിന് ഉള്ളിലാണ് ഇതിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് റോഡിലാണ് നിന്നിരുന്നത്. എങ്കിലും അങ്ങനെ ആരും പറിച്ചൊന്നും കൊണ്ടുപോകില്ല, നമുക്ക് തന്നെ കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറിക്കണ പോലെ ഒന്നും പറിക്കില്ല കേട്ടോ. ഇതൊരു തരം മുല്ലയാണ്. ഇതും 1-2 വർഷമായി നട്ടിട്ട്. ഇപ്പം അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഫെൻസ് മുഴുവനും ഇതിവിടെ പടർത്തി കയറ്റാനായിട്ട് പറ്റുന്ന ഒരു മുല്ലയാണ്. ഇപ്പം അമ്മാളും പുറത്തേക്ക് ഇറങ്ങി വന്നേക്കാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഔട്ട്സൈഡ് ഗാർഡനാണ്. കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഇതോടെ ഡെക്കറേറ്റ് ചെയ്തേക്കണ കേട്ടോ. കുറച്ചുകൂടി രാത്രിയായാലേ ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു 6:30 മണിയായി, പക്ഷേ അധികം ഇരുട്ടൊന്നും ആയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 3 മണിയൊക്കെ ആയിട്ട് ഇതുപോലെയാണ് ഇവിടെ തോന്നുന്നത്, കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ആയിട്ട് ഒരു ദിവസം രാത്രി ഇതിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്രിസ്മസ് വീഡിയോയിൽ നമുക്ക് അതെല്ലാം കാണാം. See you. Bye.